സ്വാതന്ത്ര്യദിനം നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ല. നമുക്ക് മുമ്പേ കടന്നുപോയിട്ടുള്ള ഒരു തലമുറ, പതിനായിരക്കണക്കിന് ആളുകൾ രക്തവും ജീവനും നൽകിയിട്ടാണ് ഇന്ന് നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ഈ മഹത്തായ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആഘോഷിക്കുമ്പോൾ കുറച്ച് മഴയുണ്ട് എന്ന് കരുതി നമുക്ക് പിന്മാറാൻ കഴിയില്ല. അതിലൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പരിപാടി. ഈ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറ ഒരുപക്ഷെ നമ്മളോട് ചോദിച്ചേക്കും, എന്താണ് ഈ ഓഗസ്റ്റ് 15-ന്റെ പ്രത്യേകത എന്ന്. അങ്ങനെ നിങ്ങളോടൊക്കെ ചോദിച്ചാൽ ആ പ്രത്യേകത എന്താണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, 6000 മൈലുകൾക്കപ്പുറത്ത് നിന്ന് കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ഈ രാജ്യത്തെത്തി ഇവിടുത്തെ ജനങ്ങളെ അടിമകളാക്കി ഭരണം നടത്തിയ, ലോകത്തെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും നമ്മൾ ആട്ടിയോടിച്ച് അവരുടെ മേൽ വിജയം കൈവരിച്ച ദിവസമാണ് ഓഗസ്റ്റ് 15. മറ്റൊരു കാര്യം, ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ യമുനാ നദിയുടെ തീരത്ത് മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ചക്രവർത്തി പണികഴിപ്പിച്ച ചെങ്കോട്ടയിലെ കൊടിമരത്തിൽ അടിമത്തത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും പ്രതീകമായി 199 വർഷം പാറിക്കളിച്ച ബ്രിട്ടീഷ് പതാകയായ യൂണിയൻ ജാക്ക് താഴ്ത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്തിയ ദിവസമാണ് ഓഗസ്റ്റ് 15. ആ ദിവസത്തിൽ നിന്ന് 78 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളും ഞാനും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും ദാനമായി നമ്മുടെ കൈകളിൽ വെച്ച് തന്നതല്ല. ഈ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഒരുപാട് ത്യാഗത്തിന്റെ, പോരാട്ടത്തിന്റെ, സഹനത്തിന്റെ കഥയുണ്ട്. അതിനെപ്പറ്റി ചെറുതായെങ്കിലും മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥവ്യാപ്തി ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ലോകത്തെവിടെയൊക്കെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യ മാത്രമല്ല, ലോകത്തെ പല രാജ്യങ്ങളും ഒരു കാലത്ത് ബ്രിട്ടന്റെ കോളനിയായിരുന്നു. ഇന്ത്യൻ ജനത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ പോരാട്ടം, ചൈനീസ് ജനത ലൂസിഫർ വാഴ്ചക്കെതിരെ നടത്തിയ പോരാട്ടം, സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ റഷ്യൻ ജനത നടത്തിയ പോരാട്ടം, ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ദക്ഷിണാഫ്രിക്കൻ ജനത നടത്തിയ പോരാട്ടം, ഇതൊക്കെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരങ്ങളാണ്. 1498 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത് മുതൽ തുടങ്ങുന്നു ഇന്ത്യ രാജ്യത്തേക്കുള്ള വൈദേശിക ശക്തികളുടെ അധിനിവേശത്തിന്റെ കഥ. പിന്നീട് ഫ്രഞ്ചുകാരും അറബികളും ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഒക്കെ തന്നെ കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് ഈ രാജ്യത്തേക്ക് കടന്നു വന്നുവെങ്കിലും ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ട് ഇന്ത്യൻ ജനതയെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തി ഭരണം നടത്തുവാനുള്ള അവസരം സാധ്യമാക്കിയെടുത്തത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം മാത്രമായിരുന്നു. എവിടെയായിരുന്നു അവരുടെ തുടക്കം? 425 സംവത്സരങ്ങൾക്കപ്പുറത്ത് 1600 ഓഗസ്റ്റ് 24 ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ സന്ദേശവുമായി ക്യാപ്റ്റൻ ഹോക്കിൻസ് ബോംബെക്ക് വടക്കുള്ള സൂററ്റ് തുറമുഖത്ത് കപ്പലിറങ്ങുന്നു. ലോകത്തെ ഏറ്റവും സമ്പന്നനും പ്രതാപശാലിയുമായിരുന്ന ഭരണാധികാരി മുഗൾ സാമ്രാജ്യത്തിലെ ജഹാംഗീർ ചക്രവർത്തി എല്ലാവിധ സുഖ സൗകര്യങ്ങളും നൽകി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഒപ്പം താമസിക്കുവാൻ അർബേനിയക്കാരിയായ സുന്ദരിയായ ഒരു ക്രിസ്ത്യൻ യുവതിയെയും സമ്മാനിക്കുന്നു. 50 കഴിഞ്ഞ ഹോക്കിൻസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അവിടെ തുടങ്ങുന്നു ഈ രാജ്യത്തെ ബ്രിട്ടീഷ് മേൽക്കോയ്മയുടെ ആരംഭം. ആ കച്ചവടം ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് ബ്രിട്ടനിലേക്ക് കടത്തുന്നതിനും ഈ രാജ്യത്തെ ജനങ്ങളെ അടിമകളാക്കി ഭരണം നടത്തുന്നതിനും എത്തിച്ചു. ആദ്യമൊക്കെ ഇന്ത്യൻ ജനത ബ്രിട്ടീഷ് ഭരണകൂടവുമായി സഹകരിച്ച് നീങ്ങിയെങ്കിലും 1857 മെയ് മാസം മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷുകാർ ശിപായി ലഹളയായി ചിത്രീകരിച്ച സമരം ഝാൻസി റാണിയും നാനാ സാഹിബും ഗാന്ധിയ തോപ്പിയും ബഹദൂർ ഷായും നേതൃത്വം കൊടുത്ത സമരം. ആ സമരം പരാജയപ്പെട്ടുവെങ്കിലും ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം അർഹിക്കുന്നവരാണ് എന്നൊരു ബോധം ഈ രാജ്യത്തെ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ആ സമരത്തിന് കഴിഞ്ഞു. പിന്നീട് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒട്ടേറെ പോരാട്ടങ്ങൾ നടന്നെങ്കിലും അതിലേറ്റവും സുപ്രധാനമായതും ലക്ഷ്യം കണ്ടതും മഹാത്മ
മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജനത നടത്തിയ പോരാട്ടം തന്നെയായിരുന്നു. എന്നാൽ സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ഭഗത് സിംഗിനെ പോലുള്ള വിപ്ലവകാരികളുടെ സേവനങ്ങളെ ചെറുതായി നമുക്ക് കാണുവാൻ സാധ്യമല്ല. ഇവിടെ ഭഗത് സിംഗ് എന്ന വിപ്ലവകാരിയെ പറ്റി നിങ്ങളോട് രണ്ടു വാക്ക് പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിച്ച സംഭവമായിരുന്നു പഞ്ചാബിലെ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല. ആയിരക്കണക്കിന് ആളുകൾ സമ്മേളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം നിരായുധരും നിരപരാധികളുമായ ജനങ്ങൾക്ക് നേരെ നിറയൊഴിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ഒന്നോടി രക്ഷപ്പെടുവാൻ പോലും കഴിയാതെ പിടഞ്ഞു വീണ് മരിച്ചത്. ആ സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം വെള്ള പൈജാമയും കുർത്തയും ധരിച്ച ഒരു ചെറുപ്പക്കാരൻ പഞ്ചാബിലെ ജാലിയൻവാല ബാഗിലെത്തുന്നു. തലേ ദിവസത്തെ കൂട്ടക്കൊലയുടെ അവശിഷ്ടമെന്നാണ് കൂട്ടിയിട്ടിരിക്കുന്ന ശവക്കൂനകളിലേക്ക് കുറെ നേരം നോക്കി നിന്ന ശേഷം അവിടെ നിന്നും ഒരു പിടി രക്തം പുരണ്ട മണ്ണ് വാരി എടുത്തുകൊണ്ട് ശബ്ദം ചെയ്യുന്നു, ഞാനിതിന് പ്രതികാരം ചെയ്യും. അന്ന് വീട്ടിലെത്തിയ ചെറുപ്പക്കാരൻ ഒരു പീഠത്തിൽ വെളുത്ത തുണി വിരിച്ച് തന്റെ കയ്യിലുള്ള രക്തം പുരണ്ട മണ്ണ് ഇവിടെ വെക്കുന്നു, അതിന് വിളക്ക് കത്തിച്ച് വെക്കുന്നു, പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. തന്റെ ഇളയ സഹോദരിയെ വിളിച്ചു പറയുന്നു, ഇതിന് ദിവസവും പുഷ്പങ്ങൾ അർപ്പിക്കണം, വിളക്ക് കത്തിച്ച് വെക്കണമെന്ന്. അന്ന് പഞ്ചാബ് നാഷണൽ കോളേജിൽ പഠിക്കുകയായിരുന്ന ഭഗത് സിംഗ് എന്ന വിദ്യാർത്ഥി കോളേജ് വിട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്തിയാടി. അക്കാലത്തെ ഏതൊരു സ്വാതന്ത്ര്യ ഗാന്ധിയെയും പോലെ ഭഗത് സിംഗും ചെന്നുപെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായിരുന്നു. ഏറെ താമസിയാതെ ഭഗത് സിംഗിന് ബോധ്യപ്പെട്ടു, മഹാത്മജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനവും നിയമലംഘന പ്രസ്ഥാനവുമൊന്നും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാൻ പര്യാപ്തമല്ല. അതിന് കുറച്ചുകൂടി തീവ്രമായ സമര പരിപാടികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു എന്ന്. അങ്ങനെ കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന ഭഗത് സിംഗ് തന്റെ സുഹൃത്തുക്കളുമായി ചേർന്നുകൊണ്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്നൊരു പുതിയ സംഘടനയ്ക്ക് രൂപം നൽകുന്നു. ആ സംഘടന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് പഞ്ചാബ് കേസരി എന്നറിയപ്പെട്ടിരുന്ന വന്ധ്യവയോധികനായ ലാലാ ലജപത് റായ് പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെടുന്നത്. അന്ന് ഭഗത് സിംഗ് തീരുമാനിച്ചു, ലാലാജിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യണം. ലാലാജിയെ ക്രൂരമായി മർദ്ദിച്ച സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കണം. അതിനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു. ഒരു ദിവസം രാവിലെ കൃത്യം 9 മണിക്ക് തന്റെ ഔദ്യോഗിക ബംഗ്ലാവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഗേറ്റിന് പിൻവശം മറഞ്ഞിരുന്നുകൊണ്ട് ഭഗത് സിംഗും സുഖദേവും ചേർന്ന് വെടിവെച്ച് വീഴ്ത്തുന്നു. അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടവർ ദിവസങ്ങളോളം പോലീസിന്റെ പിടിയിലാവുന്നു. അവിടെ നിന്ന് ജയിൽ ചാടുന്നു. പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റിന് ബോംബെറിയുന്നു. അതിനുശേഷം പോലീസ് വീണ്ടും പിടിക്കപ്പെടുന്നു. 24-ാമത്തെ വയസ്സിൽ ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു 3 വിപ്ലവകാരികളെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റുന്നു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എന്ന കുറ്റത്തിലാണ് ഭഗത് സിംഗിനെ പോലുള്ള ധീരദേശാഭിമാനികളെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത്. അതുപോലെ തന്നെ രാമപ്രസാദ് ബിസ്മിൽ എന്നൊരു ചെറുപ്പക്കാരൻ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട മകന് അവസാനമായൊരു നോക്ക് കാണുന്നതിന് വേണ്ടി രാമപ്രസാദിന്റെ അമ്മ ജയിലിലെത്തി. അമ്മയെ കണ്ട ആ മകന്റെ കണ്ണുകളിൽ നിന്നൊഴുകിയപ്പോൾ അമ്മ ഒരിക്കലും മകന്റെ കൂടെ കരയുകയല്ല ചെയ്തത്. അമ്മ പറഞ്ഞു, മകനെ, നിന്റെ കണ്ണുനീര് കാണുവാനല്ല ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. എന്റെ മകന്റെ പേര് കേൾക്കുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യം പോലും ഞെട്ടിവിറയ്ക്കുന്നു. അങ്ങനെയുള്ള ധീരനായ ഒരു മകന് ജന്മം നൽകി എന്ന അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നാണ്. അങ്ങനെ ഒരുപാട് ധീരദേശാഭിമാനികൾ രക്തം ചിന്തി ജീവൻ നൽകി നേടിയെടുത്തതാണ് ഇന്ന് നിങ്ങൾ ഞാനും അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഇന്ത്യൻ ജനത നടത്തിയ അവസാനത്തെ പോരാട്ടമായിരുന്നു 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുന്നു.
അവിടെ നിന്ന് പുറത്തു വന്ന മഹാത്മജി തന്റെ സഹപ്രവർത്തകരോട് പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു മന്ത്രം പറഞ്ഞു തരാം. എന്താണ് ആ മന്ത്രം? നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാവുക, അല്ലെങ്കിൽ മരിക്കുവാൻ തയ്യാറാവുക. ടു ഓർ ഡൈ. അതാണ് ഗാന്ധിജി പറഞ്ഞത്. എന്നിട്ട് ഗാന്ധിജി പറഞ്ഞു, നാളെ ഈ രാജ്യത്തേക്ക് സ്വാതന്ത്ര്യം കടന്നു വരുമ്പോൾ അത് കാണുവാൻ നിങ്ങളും ഞാനും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇന്ന് ദൗത്യം ഏറ്റെടുക്കണം. അതായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നമ്മൾ നടത്തിയ അവസാനത്തെ പോരാട്ടം. ഡോക്ടർമാർ ആശുപത്രികൾ ബഹിഷ്കരിച്ചുകൊണ്ട്, വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിച്ചുകൊണ്ട്, വിദ്യാർത്ഥികൾ കലാശാലകൾ ബഹിഷ്കരിച്ചുകൊണ്ട്, തൊഴിലാളികൾ തൊഴിൽശാലകൾ ബഹിഷ്കരിച്ചുകൊണ്ട് സമര രംഗത്തിറങ്ങി. ഒടുവിൽ ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെട്ടു, ഇനിയും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് പിന്നീട് ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ക്ലെമന്റ് ആറ്റ്ലി എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാകുന്നത്. നീണ്ട 79 വർഷക്കാലങ്ങൾ നാം പ്രയാണം നടത്തി. ഇനിയും ഒരുപാട് കാലം ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. ഒരുപാട് മഹാരാജന്മാർക്ക് ജന്മം നൽകിയ നാടാണ് ഭാരതം. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുഖത്ത് നോക്കി ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ വിലക്ക് നൽകുമെങ്കിൽ എന്റെ കയ്യിലുള്ള നാണയത്തൊട്ടുകൾ എണ്ണി തന്നുകൊണ്ട് ഈ രാജ്യത്തെ വിലക്കെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ മോത്തിലാൽ നെഹ്റുവിനെ പോലുള്ള മഹാരഥന്മാരായ ആളുകൾ നമുക്കുണ്ടായിരുന്നു. ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ആത്മധൈര്യവുമുള്ള 100 പേരുണ്ടായാൽ മതി ഈ ലോകമാകെ മാറ്റിമറിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനെ പോലുള്ള ആത്മീയാചാര്യന്മാർ നമുക്കുണ്ടായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സ്വന്തം ജനങ്ങൾ കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം ഈ മണ്ണിൽ കുഴിച്ചു മുറുവാൻ ആരെയും അനുവദിക്കില്ലെന്ന് ശപഥം ചെയ്ത് അവസാന ശ്വാസം വരെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി പോർക്കളത്തിൽ തീരമൃത്യു വരിച്ച ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയെ പോലുള്ള തീരവനിതകൾ നമുക്കുണ്ടായിരുന്നു. ഞങ്ങൾ മാതൃഭൂമിക്ക് വേണ്ടി ജീവിച്ചു, മാതൃഭൂമിക്ക് വേണ്ടി മരിക്കുന്നു. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ മൃതശരീരങ്ങൾക്ക് മാതൃഭൂമിയുടെ മണ്ണിന്റെ മണമുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് പുഞ്ചിരി നോക്കി വെള്ളക്കാരിന് തൂക്കുമലത്തിലേക്ക് നടന്നുപോയ ഭഗത് സിംഗിനെ പോലുള്ള ധീരവിപ്ലവകാരികൾ നമുക്കുണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ ഹോസ്പിറ്റലിൽ മരണശയ്യയിൽ കിടക്കുകയായിരുന്ന അമ്മയുടെ മുഖത്ത് നോക്കി പൊട്ടിക്കറിഞ്ഞ കേവലം 11 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഇന്ദിരാ പ്രിയദർശിനിയെ നോക്കി, മകളെ ഇന്ദു, നിനക്ക് കരയുവാനുള്ള അവകാശമാണുള്ളത്. ഈ രാജ്യം കരയുമ്പോൾ മാത്രമേ നീ കരയുവാൻ പാടുള്ളൂ, ഈ രാജ്യം ചിരിക്കുമ്പോൾ മാത്രമേ നീ ചിരിക്കുവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ദേശീയ നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ബുദ്ധിയെ കെട്ടിപ്പടുക്കുവാൻ ഈ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. നിങ്ങളും ഞാനും അഭിമാനം കൊള്ളേണ്ടത്, ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു സിഖുകാരനാണ്, ഞാനൊരു പാഴ്സിയാണ് എന്നതിലല്ല, ഞാനൊരു ഭാരതീയനാണ് എന്നതിലാണ്. വൈവിധ്യങ്ങളുടെ നാടാണ് ഭാരതം. വിവിധ ജാതികളിലും മതങ്ങളിലും പെട്ട ആളുകൾ ജീവിക്കുന്ന രാജ്യം, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന രാജ്യം, വിവിധ വേഷങ്ങൾ ധരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന രാജ്യം, വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ജീവിക്കുന്ന രാജ്യം. ഇതൊക്കെയാണെങ്കിലും നിങ്ങളെയും എന്നെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന ഘടകം നിങ്ങളും ഞാനും ഭാരതീയനാണ് എന്ന ബോധമാണ്. ആ ബോധമായിരിക്കണം നമ്മളെയെല്ലാം മുന്നോട്ട് നയിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാനൊരു വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.